ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം എന്തെന്നാൽ സ്വാതന്ത്ര്യദിനത്തെ പറ്റിയാണ്. ഇന്ന് ഓഗസ്റ്റ് 15, നമ്മുടെ രാജ്യത്തിലെ 79ാം സ്വാതന്ത്ര്യം. വൈദേശിക ശക്തികളിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടില്ല ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമാണ് ഓഗസ്റ്റ് 15. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം തുടങ്ങി അനേകം അമൂല്യമായ രക്തവും ജീവനും ഒരുപോലെ നാം പകർന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മുടെ ജീവാമൃതമാണ്. നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ച് ചൂഷണം ചെയ്യുകയും അടിച്ചമർത്തുകയും ചെയ്തവരുണ്ട്. അവധിയില്ലാത്ത പോരാട്ടങ്ങൾക്കൊടുവിലായി സ്വാതന്ത്ര്യ വെളിച്ചം അനുഭവിക്കാൻ നമുക്ക് സാധിച്ചു. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളും മരിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ചോരയുടെ ചോപ്പും വിയർപ്പിന്റെ ഉപ്പുമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്. മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ബങ്കിം ചന്ദ്ര ചാറ്റർജി, ആസാദ് തുടങ്ങി അനേകം ആയിരക്കണക്കിന് ധീരദേശപാനികൾ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നിൽ. ജാതിയും മന്ത്രവും മറന്ന് എല്ലാവരും ഒരുമിച്ച് കൂടിയ ഈ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യ വേലികെട്ടുകൾ മറികടക്കാൻ നമുക്ക് സാധിച്ചു. ഒത്തൊരുമയും മന്ത്രിമായിരുന്നു നമ്മുടെ കയ്യിലെ കരുത്ത്. അബുൽ ആസാദ് പറയുന്നു, കുത്തബ് മിനാറിന്റെ മുകളിൽ നിന്ന് സ്വർഗത്തിൽ നിന്നൊരു മാലാഖ നിങ്ങൾക്ക് വേണ്ടത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണോ അതോ ഹിന്ദു മുസ്ലിം ഐക്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹിന്ദു മുസ്ലിം ഐക്യമാണെന്ന്. നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങളുടെ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന്റെ സാഹോദര്യമാണെന്ന്. നീതിയും സമത്വവും നിറഞ്ഞ മുഖവനമാണ്. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും കൈകൂട്ടി പാടാം, ഡാം ചെയ്ത് ഒരുമിച്ച് പാടാം. ഇന്ത്യ എന്റെ രാജ്യമാണ്, ഇന്ത്യ എന്റെ സ്വന്തം രാജ്യമാണ്, എന്റെ ജീവനേക്കാൾ ജീവനായ എന്റെ ഇന്ത്യൻ രാജ്യം. ജയ് ഹിന്ദ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.